അപ്പം ഞങ്ങൾ കുടുംബസമേതം ഒരു ഡോക്ടറെ തപ്പി ഇറങ്ങിയതാണ്. കയ്യിൽ അഡ്രസ്സ് മാത്രമേ ഉള്ളൂ, പുള്ളിയെ കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളീനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. അപ്പം ഇവിടെ എല്ലായിടത്തും തന്നെയാണ് ഇമെയിൽ അഡ്രസ്സും അല്ലെങ്കിൽ ഫോൺ നമ്പറും ഒക്കെ തരും. നമ്മൾ ഡയറക്റ്റ് ഒന്ന് വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് നമുക്ക് പോകാൻ പറ്റും. പക്ഷേ ഇതെന്താണെന്നറിയില്ല, ഇവർ തന്ന അഡ്രസ്സിൽ ബന്ധപ്പെട്ടിട്ടോ ഇമെയിൽ അഡ്രസ്സിൽ ബന്ധപ്പെട്ടിട്ടോ ഒരു രക്ഷയില്ല. ഒരു മറുപടി ഒന്നും കിട്ടുന്നില്ല. പിന്നെ ഫോൺ നമ്പർ ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടും ഒരു രക്ഷയില്ല. അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് അവിടെ തന്നെ നേരെ ഡയറക്റ്റ് ചെന്നേ പറ്റത്തുള്ളൂ. ചിലതൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ചെല്ലാതെ അപ്പോയിൻമെൻറ്റും തരത്തില്ല. അപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല. എങ്കിൽ പിന്നെ ഒന്ന് അന്വേഷിച്ചിറങ്ങാമെന്ന് വിചാരിച്ചു. അന്വേഷിച്ചിറങ്ങിയേ പറ്റത്തുള്ളൂ എന്നൊരവസ്ഥയിൽ. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ടാണ് കുടുംബസമേതം ഇറങ്ങിയത്. എനിക്കാണ് ഡ്യൂട്ടിക്കും പോകണം. എത്ര സമയം എടുക്കും, എങ്ങനെ എടുക്കുമെന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് അച്ഛനെ കൂടെ കൂട്ടി കൊണ്ടുപോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോഴത്തേക്കിന് എനിക്ക് ഇങ്ങോട്ട് വരാൻ സമയമില്ലെങ്കിൽ കുഞ്ഞിനെ അച്ഛൻ്റെ കൂടെ വിട്ടിട്ട് എനിക്ക് അതിലെ അങ്ങോട്ട് ഡ്യൂട്ടിക്ക് പോകാമെന്നുള്ളൊരു ഭയങ്കര വലിയ പ്ലാനിങ്ങിലൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി അവിടെ ചെന്ന് ഞങ്ങളുടെ വണ്ടിയിൽ ട്രെയിനിൽ കയറി ഇരിപ്പുറപ്പിച്ചു. ഇനി ട്രെയിൻ എടുക്കാൻ 2-3 മിനിറ്റും കൂടി ഉണ്ട്. അതുവരെ അവിടെ ഇങ്ങനെ വായി നോക്കിയിരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത്ര സന്തോഷവാനല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് തിരിച്ച് അമ്മ അങ്ങോട്ട് പോകുന്നത്, അമ്മ എന്താ ഞങ്ങളോട് വരാത്തതെന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ആളത്ര സന്തോഷവാനല്ല. അപ്പം അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് ദുഃഖവെള്ളിയുടെ തലേന്നായിരുന്നു കേട്ടോ, പെസഹ വ്യാഴത്തിൻ്റെ അന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ അധികം തിരക്കും കാര്യങ്ങളും ഒക്കെ ഇച്ചിരി കുറവാണ്. ഇവിടെ ഫയർ ടാഗ് അല്ല, എന്നാലും തിരക്കൊക്കെ കുറവാണ്. അപ്പം നോക്കിയപ്പോൾ അങ്ങേ സൈഡിലൊക്കെ ട്രെയിനൊക്കെ നിർത്തിയിട്ടിരിക്കുന്നു. പിന്നെ ഇങ്ങനെ നമ്മൾ പുറത്തോട്ട് ജനലിൽ കൂടി ഇങ്ങനെ നോക്കിയിരിക്കാൻ അതൊരു സുഖമല്ലേ. ഞാൻ എപ്പോഴും പോയിട്ട് ട്രെയിനിൻ്റെ സൈഡ് നോക്കിയേ പിടിക്കത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്ഥലമൊക്കെ ഇറങ്ങി ഒരു വലിയൊരു സ്റ്റെയർ കയറാനുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനിപ്പോൾ ഇവിടെ സ്ഥിരം കാഴ്ചയാണ് കേട്ടോ. റോഡൊക്കെ ക്ലീൻ ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാർ കാണും. ഇനി ഈ ചെടികൾ വെച്ച് പിടിപ്പിക്കുക, നനയ്ക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ഞങ്ങളങ്ങനെ ഓബറൂസിൽ വന്നിറങ്ങി. ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നിന്നെയും തപ്പി പിടിച്ച് പോകണം. ഈ അച്ഛനും മോനും ഫ്രണ്ട് നടക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ ഇതുങ്ങൾക്ക് ഭയങ്കര അറിവാണ്. ഇവിടെ ഒരു അറിവില്ല, ഒരു വഴി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഒരു അറിവില്ല. ഞാൻ എങ്ങോട്ട് പോകാൻ പറയുന്നു, രണ്ടുപേരും അങ്ങോട്ട് പോകും. അത് തന്നെയാണ് ഇത് അവസ്ഥ. പോക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ അങ്ങ് എത്തും, ഇവിടെ കണ്ട് അറിയാമെന്ന്. അവിടെ നിന്ന് നോക്കി ഇവിടുന്ന് നേരെയാണോ പോകേണ്ടത്, ഇടത്തോട്ടാണോ പോകേണ്ടത്, വലത്തോട്ടാണോ പോകേണ്ടത്, അടുത്ത ജംഗ്ഷൻ വരെ ഈ നടപ്പുള്ളൂ. അവിടെ ചെന്നിട്ട് അവിടെ നിൽക്കും. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് അവിടെ ഒരു പാർക്കായിരുന്നു. അങ്ങോട്ട് പാർക്കിനകത്തൂടെയാണ് അങ്ങോട്ട് നടന്നു പോകേണ്ടത്. അപ്പോൾ അവിടെ നിന്ന് പോകുന്ന വഴിക്ക് നോക്കിയപ്പോൾ വാട്ടർഫോൾ കണ്ടപ്പോഴത്തേക്കിനും പൊന്നിക്ക് ഭയങ്കര ആഗ്രഹം, അമ്മ ഇത്തിരി നേരം വാട്ടർഫോളിൽ നിൽക്കാമെന്ന്. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും ഞങ്ങൾ ട്രെയിൻ ഇറങ്ങിയ സമയം വെച്ചിട്ട് അവിടെ ക്ലിനിക്ക് തുറക്കാനായിട്ട് കുറച്ചും കൂടി സമയമുണ്ട്. അപ്പം 9:30 ആകുമ്പോഴേ ക്ലിനിക്ക് തുറക്കത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ആ സമയത്ത് എത്തിയാൽ മതി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇച്ചിരി നേരം അവിടെ എത്തി. ഞങ്ങൾക്ക് സമയമുള്ളതുകൊണ്ട് ഇച്ചിരി നേരമൊക്കെ അവിടെ ഇരുത്തി. ഇവിടുന്ന് ഒരു 10 മിനിറ്റോളം ഫ്രണ്ടിലോട്ട് നടക്കാനുണ്ട്. ഞങ്ങൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു 10 മിനിറ്റ് അല്ലേ ഉള്ളൂ, ഇതിനിടയ്ക്ക് നമുക്ക് ഇച്ചിരി നേരം ഇരിക്കാനുള്ള സമയമൊക്കെ ഉണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഈ കാഴ്ച ഉണ്ട്. പണ്ടത്തെ സിനിമകളിലൊക്കെ കാണുന്ന ടെലിഫോൺ ബൂത്ത്, നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ കാണുന്നത്. പക്ഷേ അത് ഇപ്പോഴും ബൂത്തായിട്ട് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിലും അതിനകത്ത് ഫോണും കാര്യങ്ങളും ഒന്നുമില്ല. ആ ബൂത്തിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ, കവർ മാത്രമേ ഉള്ളൂ. അതിനകത്ത് ലൈബ്രറി ആക്കി വെച്ചിരിക്കുകയാണ്. അതിനകത്ത് നിറച്ച് ബുക്സും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഒരു മാർക്കറ്റിനുള്ളിൽ കയറി. ആ മാർക്കറ്റിനുള്ളിൽ നിന്നാണ് അങ്ങോട്ട് പോയത് കേട്ടോ. അപ്പോൾ കുറേ നടപ്പിന് ശേഷം ഞങ്ങൾ ഏകദേശം എത്തേണ്ട സ്ഥലത്തൊക്കെ എത്തി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് എങ്ങോട്ടാണ് പോകേണ്ടത്, പിന്നെ ഈ നമ്പർ കണ്ടുപിടിക്കലാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഇതാണ് ക്ലിനിക്ക്. അങ്ങനെ ഞങ്ങൾ ക്ലിനിക്കിൽ കയറി. ഇവിടെ എനിക്ക് ജർമ്മനി വന്നിട്ട് ആദ്യമായിട്ടൊരു സംഭവം നടന്നു. എന്താണെന്നല്ലേ, ഇവിടെയാണെന്നുണ്ടെങ്കിൽ അപ്പോയിൻമെൻ്റ് ഇല്ലാതെ എനിക്ക് ഡയറക്റ്റ് ഒന്ന് പോയി ഡോക്ടറെ കാണാൻ പറ്റി. ഇന്ന് വരെ നടന്നിട്ടില്ല. ഈവൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൗസ് ഹൗസിനെ കാണുമെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് അപ്പോയിൻമെൻ്റ് എടുത്ത് രാവിലെ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുത്ത് സമയം നോക്കി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ഞാൻ അന്വേഷിക്കാൻ വേണ്ടി ചെന്നതാണ്. അവിടെ ചെന്നപ്പോഴത്തേക്കിന് ഈ പെസഹ വ്യാഴമൊക്കെ ആയതുകൊണ്ടായിരിക്കും, നെക്സ്റ്റ് കുറച്ച് ദിവസം ഫയർ ടാഗ് ഒക്കെ ആയതുകൊണ്ടായിരിക്കും അവിടെ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കയറിക്കോ, ഇപ്പം തന്നെ നമുക്ക് നോക്കിയേക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ അപ്പം തന്നെ കയറ്റി. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഞങ്ങളെ പുറത്തിറക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഇനി ഒരു വരവും കൂടെ വരണ്ടല്ലോ എന്നുള്ള ആഗ്രഹം. അതല്ലെങ്കിൽ ഇവിടുത്തെ പരിപാടിയൊക്കെ ഭയങ്കരമാണ്. ആദ്യം പോയി അപ്പോയിൻമെൻ്റ് എടുക്കുക, പിന്നെ കാത്തിരിക്കുക ആ ദിവസത്തിന് വേണ്ടിയിട്ട്, പിന്നെ ആ ദിവസം ചെല്ലുക, ചെന്നാലോ മണിക്കൂറുകൾ അവിടെ വെയിറ്റ് ചെയ്യുക. പറയുന്ന സമയമൊക്കെ തരുന്നുണ്ടെങ്കിൽ മിക്കിടത്തും തന്നെ ആ സമയത്തൊന്നും കയറാൻ പറ്റില്ല കേട്ടോ. മണിക്കൂറുകൾ നമ്മളിങ്ങനെ നോക്കിയിരിക്കണം. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്കൊരിച്ചിരി സമയം കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വിചാരിച്ചു അടുത്തൊരു ഫ്രണ്ടിൻ്റെ വീടുണ്ട്, അവിടേക്ക് ഒന്ന് കയറാമെന്ന്. ഇതിനിടയ്ക്ക് ഞങ്ങൾ കടയിൽ കയറി. ഇവിടുന്ന് തിരിച്ച് നടന്നപ്പോഴത്തേക്കിന് ഇത് പ്രകാശമൊക്കെ കണ്ണിലോട്ട് അടിച്ചപ്പോഴത്തേക്കിനും ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഇത് കിട്ടിയേ പറ്റത്തുള്ളൂ, കൂളിംഗ് ഗ്ലാസ് കിട്ടിയേ പറ്റത്തുള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ അതും കൂടെ കയറി സൺഗ്ലാസും ആൾക്ക് വേണ്ടിയിട്ട് ഒരു സൺഗ്ലാസും ഒക്കെ വാങ്ങിച്ചു. അപ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് അവിടെയും കൂടെ പോയിട്ട്
ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേന് എനിക്ക് ഡയറക്റ്റ് ഡ്യൂട്ടിക്കും പോകാം, സമയം ഒത്തിരി നേരത്തെ ആവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് ഈ ദിവസത്തെ പ്ലാനിങ്.